അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അങ്ങനെ മക്കളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ.
ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരോടെ ഞങ്ങളുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ആ മാതാവിനെ ലൂർദിൽ വെച്ച് എന്നോട് പറഞ്ഞത് തന്നെ, അതായത് സ്പിരിച്വൽ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ എന്ന് നമ്മൾ കേൾക്കും, പക്ഷേ സ്പിരിച്വാലിറ്റി ബേസ്ഡ് അപ്പോൺ ജെനുവിനിറ്റിയാണ്. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ്. ആധ്യാത്മികത ജെനുവിനിറ്റിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. മത്തായി 18:21 എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യമില്ലേ, തീഗന്ധ കറക്കാൻ. അപ്പോൾ ആ ആൾക്കാരെ ഓരോരുത്തരെ വിളിച്ച് ഇട്ടിട്ട് ചെയ്യണം. അവിടെ തീഗന്ധ ഇറക്കിയ ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞെങ്കിലും പത്രോസിനറിയാം ഈ അണ്ണന്മാർ ഇപ്പോഴും സമരക്കാരോട് ക്ഷമിച്ച് കാണത്തില്ല. ചിലപ്പോൾ എന്ത് സ്പിരിറ്റാണ് നിന്നിലുള്ളതെന്ന് ചോദിച്ചില്ലേ. അപ്പം കൊല്ലാരും നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത്, ഞാൻ വന്നിരിക്കണത് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് ഈശോ പറഞ്ഞില്ലേ ഞാൻ 10:10. എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവെ വലിയ മാറ്റമൊന്നുമില്ല. മാറ്റമില്ലെന്നല്ല, അവർക്ക് വേണ്ടത്ര ഈ ജീവൻ ഉണ്ടാകാനും പിന്നെ അത് സമൃദ്ധമാകാനാണെന്നല്ലേ. അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ആണ് പത്രോസിന് ഈശോയുടെ ടോപ്പിക്ക് പിടികിട്ടി. പത്രോസിൻ്റെ വിജയവത പെട്ടെന്ന് കാര്യം മനസ്സിലാവും, പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. അതായത് പത്രോസിനെ എപ്പോഴും ഒരു നിഴൽ മറയത്ത് നിർത്തിയിട്ട് വിവരമില്ലാത്തവനെ എടുത്തു ചട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ, അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം എന്താ, പൗലോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. പക്ഷേ പത്രോസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടിയൊഴുക്കുകയും വൈജ്ഞാനികമായിട്ട് ആവശ്യിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശുവില്ലേ, ആത്മീയ ശിശുവിൻ്റെ എടുത്താട്ടം മാത്രമേ പത്രോസിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈ ഡയബോളിക് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളിക് പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇവന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനാണ് ഇച്ചിരി ചോദിക്കണത്. എത്ര എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, അതെ, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ്. എന്തിനാണ്? മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ. വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലെസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മളിപ്പോൾ യാബയായിട്ട് മാറുന്നു. സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു പ്രയോജനമില്ലാത്ത ദാസൻ, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു 7 പ്രാവശ്യം ക്ഷമിക്കാൻ. എന്നോട് പറഞ്ഞു അവൻ 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ഞാൻ ബലഹീനനായി, ക്ഷമിച്ചിരിക്കുന്നു. അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണത്?
എന്തെന്നാൽ ബലഹീനതയിലാണ്. കണ്ട, 70ാമത്തെ പ്രാവശ്യം ക്ഷമിക്കുമ്പോൾ 70 പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് നമ്മൾ ബലഹീനമായി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? 2 കൊറിന്തോസ് 12:9. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അമ്മ ഗ്രേസി ജോസഫ്, ഞങ്ങൾ പാലാരൂപത രാമപുരം ഇടവകയിൽ നിന്നും വരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഇവിടെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2022 മുതൽ ചെയ്തു വന്ന നന്മകളെക്കുറിച്ച് ഏറ്റു പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഏകദേശം 2016 മുതൽ എനിക്കെൻ്റെ പീരിയഡ്സിൻ്റെ സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും എനിക്ക് അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. പതിയെ അത് എല്ലാ ദിവസങ്ങളിലേക്കും അത് മാറ്റപ്പെടുകയും എനിക്ക് പഠിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. ആ സമയത്തും ഇതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി. ഇതിനിടയ്ക്കാണ് യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കൃപാസനം പള്ളീനെ പറ്റി അറിയുകയും കൂടുതൽ അവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്, എനിക്ക് PhD ചെയ്യണം, അതിൻ്റെ ഒപ്പം എനിക്കൊരു JRF വാങ്ങി നിൽക്കണം എന്ന്. അപ്പോൾ എൻ്റെ ഈ അസുഖത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഈ കൃപാസനത്തിൽ ഓരോ വ്യക്തികളും പറഞ്ഞു വന്ന സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ വേദനയൊക്കെ വീഴുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് എനിക്കൊരു ധൈര്യമായിരുന്നു. നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ആ അമ്മ എന്നെ സഹായിക്കുമെന്ന്. അപ്പം ഞാൻ ആ അമ്മയുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് എപ്പോഴും കൊന്തയൊക്കെ ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഓൾ ഇന്ത്യയിൽ 59ാമത്തെ റാങ്കോടുകൂടി നെറ്റും JRFും പാസ്സാകാനായിട്ട് എനിക്ക് പറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടുള്ള IIT ഗാന്ധിനഗറിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഞാൻ പ്രയാസപ്പെട്ടു. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസനത്തിന് നമുക്കൊരു ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ പറയും ഒന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ മമ്മി ഒരു കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവളുടെ എന്ത് അവസ്ഥയാണെങ്കിലും പരിശുദ്ധ അമ്മേ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ് വന്നത്. ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 2022 ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2023 ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ അസുഖത്തെ പറ്റിയുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് വളരെ ശക്തമായിട്ട് കൂടി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അബ്ഡോമിനിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എൻ്റെ 2 ഓവറിയിലും ബൈലാറ്ററലായിട്ട് വലിയൊരു സിസ്റ്റ് 2 ഓവറിയിലും വളർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം ഫെബ്രുവരിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു. 15-ാം തീയതിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എൻഡോമെട്രിയൽ സിസ്റ്റിന് അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ സെൽസിന് ശരീരത്തിൻ്റെ അബ്ഡോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളർന്ന് അതൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വരും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങൾ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, എൻ്റെ ഓവറിയും ഫലോപ്പിയൻ ട്യൂബും 2ഉം എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്നും കൺസെൻറ്റ് എഴുതി വാങ്ങിയാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. 24-26 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറിയും ഫലോപ്പിയൻ ട്യൂബും ഒന്നുമില്ലാതെ അവളെ കൊണ്ട് എന്തൊരവസ്ഥയായിരിക്കും. എൻ്റെ മമ്മി ആ ഒരു സമയത്ത് ഇതറിഞ്ഞപ്പോൾ തൊട്ട് അതിന് മുന്നേയും
ഞാൻ വന്നത് നമ്മുടെ നേർച്ചയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക. എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും കയ്യിൽ ഈ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഡോക്ടർ ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. പക്ഷേ 7-8 മണിക്കൂറിലെ ഓപ്പറേഷന് ശേഷം പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയാൽ സംഭവിച്ചത് ഓവറിയോ ഫലോപ്യൻ ട്യൂബോ ഒന്നും എടുത്ത് കളയാതെ എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയോ അത് എടുത്ത് കളയാനായിട്ട് ഡോക്ടറിന് പറ്റി. ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഒരുപാട് ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെയാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്, ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നു. ഇതിനു മുൻപുള്ള ഇത്രയും സീരിയസ് അല്ലാത്ത കേസിൽ പോലും അത് എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ എന്തോ കേസിൽ അത് എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവളൊരു ഓവറിക്കും ഫലോപ്പിയൻ ട്യൂബിനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഇവൾക്ക് അമ്മയാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയി. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് നിന്നെ ഓവറിയോ ഫലോപ്പിയൻ ട്യൂബോ ഒന്നും തൊട്ടിട്ടില്ല. പക്ഷെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാ പരിശുദ്ധി അമ്മേനെ. ആ അമ്മ നിൻ്റെ ഉദരത്തിലേക്ക് എന്തോ ഒരു തവിട്ട് കളറൊരു ദ്രാവകം ഒഴിച്ച് നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൗഖ്യപ്പെടുത്തിയിട്ടെന്താ? ഇപ്പം ഡോക്ടർ വന്ന് പറയുന്നത് കേട്ടില്ല, അമ്മയാവാൻ കഴിയില്ല. അവർ പറയുന്നത് ഇത്രയും പ്രായം, എൻ്റെ ഒപ്പം തന്നെ ഈ സിസ്റ്ററിൻ്റെ ഒപ്പം തന്നെ കുറേയും ഓവം റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ മമ്മീനോട് പറഞ്ഞു, ഇത് സുഖപ്പെടുത്താനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇനി നിനക്കൊരു കുഞ്ഞിനെ തരാനാണ് അമ്മയ്ക്ക് പ്രയാസം. അങ്ങനെ അമ്മയുടെ ആ വാക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം എനിക്കൊരു വളരെ അവിശ്വാസപരമായിട്ടൊരു ഇതിലായിരുന്നു നിന്നിരുന്നത്. കാരണം ഞാനിതിനു മുന്നേ കുട്ടികളുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ അങ്ങനെ നിന്നു. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഒരു 5 മാസം അല്ല 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങൾ ഗർഭിണിയാവുകയും ചെയ്താൽ മാത്രമേ ഒരു നോർമൽ രീതിയിൽ ഒരു കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ചെറിയ ഷോർട്ട് സമയത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ അവിശ്വസനീയമായൊരു കാര്യമാണ്. അതും പിന്നീട് ഞാൻ കുറച്ചും കൂടെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും മമ്മി ദിനം പ്രതി സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം ഈ ഉടമ്പടിയുടെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും മമ്മിയുടെ വിശ്വാസത്തിൽ കൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒന്നുകൂടി അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്കും പറ്റി. ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിയും എൻ്റെ വീട്ടുകാരും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആലോചനകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, എന്നെ അതിലും തളരാതെ കൂട്ടി നിർത്തുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് മാതാവ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു. മമ്മി പ്രാർത്ഥിച്ചത് 2023 ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ നടന്നത്. മമ്മി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, മാതാവേ സെപ്റ്റംബർ 9, 2023 മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണേന്ന്. സെപ്റ്റംബർ 9, 2023 എന്ന് പറയുന്നത് എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. 2023 സെപ്റ്റംബർ 16 കെട്ട് കല്യാണവും. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത കൊണ്ട് ഒന്നു മാത്രമാണ് അത് നടന്നത്. അതിനുശേഷം ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ്. അന്ന് ഡോക്ടർമാർ എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എൻ്റെ AMH വാല്യൂ ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടും മാതാവ് തന്ന എൻ്റെ മിറാക്കിൾ ബേബിയാണ്. എൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നവർ ചോദിച്ചത് IVF ആണോ എന്നാണ് ചോദിച്ചത്. എൻ്റെ പ്രഗ്നൻസിക്കുള്ള ND സ്കാനൊക്കെ എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷീ ഈസ് എ മിറാക്കിൾ ബേബി. IVF ഒന്നും കൂടാതെ നാച്ചുറലായിട്ട് ദൈവം എനിക്ക് തന്ന, എൻ്റെ മാതാവ് എനിക്ക് തന്ന എൻ്റെ പൊന്നു കുഞ്ഞാണ്. എൻ്റെ മമ്മി കാരുണ്യപ്രവർത്തനം പല വീടുകളായിട്ട് കയറി ഇറങ്ങുകയും രോഗികളെ സന്ദർശിക്കുകയും ഓട്ടോറിക്ഷകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം വിതരണം നടത്തുകയും രോഗികളെ സന്ദർശിക്കുകയും
എല്ലാ കാര്യങ്ങളും മമ്മി ഇതിൻ്റെ ഭാഗമായിട്ട് കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഇന്ന് എൻ്റെ മമ്മി 6 തവണ ഉടമ്പടി പുതുക്കുകയും ഇന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്. ഞാനിന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും വരുന്നത്. എനിക്കിവിടെ പറയാനുള്ള സാക്ഷി എന്ന് പറയുന്നത് 2023 മാർച്ച് 16-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളിലും ഒക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു, ഫിനാൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ അതിലൊന്നും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് മാത്രമേ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ കുറേ മനോവിഷമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എഴുതി അമ്മയുടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അമ്മ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനറിയാതെ മകൾക്ക് IELTS എഴുതാനൊരു സാഹചര്യം മാതാവിൻ്റെ കൃപയാൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്നോട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിയ സമയത്ത് പറഞ്ഞു, ജൂൺ 15-ാം തീയതിക്കുള്ളിൽ എനിക്കൊരു പരിഹാരം ഇതിന് കണ്ടെത്തി തരണം മോളുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ജൂൺ 2-ാം തീയതിയാണ് അമ്മ നിയോഗം വെക്കുന്നത്. അങ്ങനെ ജൂൺ 13-ാം തീയതി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവർ പറഞ്ഞു, അവരുടെ സുഹൃത്ത് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിനക്ക് UK പോകാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്താണ് ഓടി വന്നത്. എനിക്കെന്തായാലും പോകാൻ പറ്റില്ല, നിനക്ക് നോക്കാൻ പറ്റുമോ, നീ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. 1 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. ഒരാഴ്ചയെ ഫീസ് അടയ്ക്കാൻ സമയമുള്ളൂ, 6 ലക്ഷം രൂപ അടയ്ക്കണം, പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് ഇതറിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ലതാണെങ്കിൽ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ആകെ മുന്നിലൊരു 4 ദിവസമേ സമയമുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ലോണുകളൊക്കെ പുതുക്കി ഗോൾഡൊക്കെ ഉള്ളതെല്ലാം പെറുക്കി കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ 6 ലക്ഷം രൂപ അടയ്ക്കുന്നത്. അപ്പോഴും മുന്നോട്ട് എങ്ങനെ ബാക്കി ഉണ്ടാക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയം വന്നു. എനിക്കൊരു ട്യൂട്ടർ തന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ശരിയായ രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്. മോശമല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും പറയും ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയും. ഉള്ളിലൊരു പേടിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്ന് ലാപ്പ് തുറന്ന് വെച്ച് വിഷ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വെച്ച് പാസ്പോർട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് കയ്യിൽ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് ഞാൻ ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ കോൾ കട്ട് ചെയ്തിട്ട് പോയിട്ട് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത 2 ചാൻസ് കൂടി ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അപ്പോഴത്തേനും ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷേ 2ാമത്തെ ചാൻസിൽ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ റിജക്ഷനും വന്നു. ഇനി 1 ചാൻസും കൂടിയുള്ളൂ. അതെങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനപ്പുറം എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. 3ാമത്തെ ഇൻ്റർവ്യൂ എനിക്കറിയില്ല, ഞാൻ സംസാരിച്ച് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ലാസ്റ്റ് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ചിത്ര, യു ആർ സെലക്റ്റഡ്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അച്ഛൻ അന്വേഷിച്ചപ്പം എല്ലാ കാര്യങ്ങളും ഓൾറെഡി ലോണിലാണ് ഇരിക്കുന്നത്, കൂടുതലൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാലും പ്രതീക്ഷ വിട്ടിട്ടില്ല. അച്ഛൻ പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞു ലോണൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അച്ഛനെ മടക്കി വിട്ടെടുത്ത് നിന്ന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രേട്ട നിങ്ങൾ പറയുന്ന സമയത്ത് എങ്ങനെ തരാതിരിക്കും, കാരണം ഇവിടെ അത്രയും നല്ലൊരു വാല്യൂഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് വീണ്ടും ലോണ് സാങ്ഷനാക്കി കൊടുത്തു. എനിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രോപ്പർട്ടീൻ്റെ പേരിൽ ലോണ് ശരിയായി. എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അമ്മ 2ാം തീയതി ഉടമ്പടി വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് 15-ാം തീയതിക്കുള്ളിൽ തീരുമാനം കിട്ടണം എന്ന് പറഞ്ഞെടുത്ത് വെറും 1.5 മാസം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കയറി പോകുന്നത്. VSFൽ എനിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയ സമയത്ത് 2 മണിക്ക് അവിടെ എത്തണം. ഞാനും അച്ഛനും ഇവിടുന്ന് രാവിലെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്ന് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ട്രെയിൻ മിസ്സായി. ബസ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സമയം തെറ്റും.
വേറെ ഒന്നും ചെയ്യാനില്ല, പോയേ പറ്റൂ, പക്ഷെ ബാക്കി അവിടെ വെച്ചിട്ട് കാണാം എന്ന് വിചാരിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോണത്. പക്ഷെ അവിടെ ചെന്ന് ബസ്, എനിക്കറിയില്ല എങ്ങനെ ഞാൻ അവിടെ എത്തിയതെന്ന്. ഒരു ഓട്ടോക്കാരനെ കണ്ടു. ആ പുള്ളി ഞങ്ങളെ കൃത്യസമയത്ത്, അതായത് എന്നെ വിളിക്കുന്നതിൻ്റെ ജസ്റ്റ് 2 മിനിറ്റ് മുന്നേ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. അത് ഈ പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത്, മണിക്കൂറുകളായിട്ട് അവിടെ കാത്തു നിൽക്കുന്നവരുണ്ട്. എൻ്റെതൊരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഞാൻ ചെയ്ത് ഇറങ്ങി വന്നു. അച്ഛൻ പറഞ്ഞു, ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതുപോലെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നത്. ഞാൻ ഇവിടുന്ന് കയറി അവിടെ എത്തിയ സമയത്ത് എനിക്ക് ബാക്കി ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ജോലി ചെയ്ത് ബാക്കി ഫീസ് അടയ്ക്കാം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത്. പക്ഷേ ചെന്നു ഫസ്റ്റത്തെ 4 മാസം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. കിട്ടിയ ജോലി ഞാൻ 2023 സെപ്റ്റംബർ 28 ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ജോലി എനിക്ക് കിട്ടി. പക്ഷെ അത് എനിക്ക് എൻ്റെ റൂമിൻ്റെ വാടക കൊടുക്കാൻ മാത്രമുള്ള പൈസയുള്ളൂ എൻ്റെ കയ്യിൽ. ബാക്കി എന്ത് കാര്യത്തിനും എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. കയ്യിൽ കൊണ്ടുപോയ പൈസയെല്ലാം തീർന്നു തുടങ്ങി. ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്ത്, കൂടെ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, അവർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിലുണ്ട്, പുള്ളീനെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് പുള്ളി ജോലി കൊടുക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ചിത്ര അവിടെ നിന്ന് എന്തായാലും പറ്റില്ല, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെ ആരും വന്നിട്ടില്ലേ, ചിത്ര മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻ്റ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ലണ്ടൻ കാണാൻ വന്നതാണോ, കറങ്ങാൻ വന്നതാണോ എന്ന് ചോദിച്ചു. സത്യം പറയാം, എനിക്ക് ബാക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞുപോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കേണ്ട, ആ പുള്ളിയെ വിളിച്ചാൽ കിട്ടാറില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് റിങ് തന്നെ പുള്ളി ഫോൺ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനും സെൻട്രൽ ലണ്ടനിലേക്ക് വരണം, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരേക്കും ഞാൻ പുള്ളിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളത് ഇപ്പോഴും പറയാനായിട്ടില്ല. അങ്ങനെ ക്ലാസ് തുടങ്ങി, ഫീസ് അടയ്ക്കേണ്ട സമയം വന്നു. ഈ ജോലി ഇത്രയും കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും കിട്ടുന്ന പൈസ കുറവായതുകൊണ്ടും എനിക്ക് വിചാരിച്ച പോലെ ഫീസ് അടയ്ക്കാനോ മുന്നോട്ട് പോകാനോ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ID ബ്ലോക്ക് ചെയ്തു. ക്ലാസ്സിന് പോകാൻ പറ്റാതെയായി. അതേസമയം ഞാനത് വിഷമമൊക്കെ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഗോൾഡ് ലോൺ പണയം വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ എടുക്കാനോ ഒന്നും ഞങ്ങളെ കയ്യിലെടുക്കാനില്ല. എല്ലാം വടിച്ചു തുടച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇത്രയും കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരും, എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ വലത് കൈയിന് ടെന്നീസ് എൽബോ വന്നു. ജോലിക്കും പോകാൻ പറ്റാതെയായി. 4 ദിവസം എനിക്ക് റൂമിലുള്ള കുട്ടികളാണ് ചോറ് വാരി തന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വേദന സഹിച്ച് അവിടെ ഒരു 5 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പുറത്തു പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ആരും കൂടെ ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകണം. വേദന അത്രയും സഹിക്കുക വയ്യാതെ കരഞ്ഞ് എൻ്റെ ടീഷർട്ടെല്ലാം നനഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. ഒരു ജാക്കറ്റ് ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. തണുത്ത് വിറച്ചാണ് ഞാൻ പോണത്. ഞാൻ ഈ 30 വയസ്സ് വരേക്കും എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. ആ സ്ഥാനത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ കയ്യിൻ്റെ വേദനയേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ കിട്ടില്ല നമുക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എൻ്റെ അവസ്ഥ കണ്ടു. എന്നെ കണ്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, വന്നിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിന്, ഞാൻ സംസാരിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല, കയ്യിന് സ്ലിങ് ഇട്ട് തന്നിട്ട് പറഞ്ഞു, ഇനി പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, 1 വർഷം ചുരുങ്ങിയത് കയ്യിന് റെസ്റ്റ് കൊടുക്കണം, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, ഈവൻ പച്ചക്കറി പോലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് അരിയാൻ പറ്റില്ല, ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോവാതിരുന്ന എവിടുന്ന് ഒന്നും കിട്ടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല മുന്നോട്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ട സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിലിങ്ങനെ ഇട്ടിട്ട് ഞാൻ വെച്ചു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. പ്രാർത്ഥിക്കാനാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയാം, ഞാൻ ഇത് ചൊല്ലുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ആ സമയത്ത് കൊന്ത ചൊല്ലാനോ അല്ലെങ്കിൽ വചനം പറയാനോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് അറിയുന്നത് ഇത്രയേ ഉള്ളൂ, ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ബാക്കി മാതാവ് നോക്കിക്കൊള്ളേന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫെബ്രുവരിയിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെയ്യിലാണ്. ആ സാഹചര്യത്തിലൊക്കെ മെയ്യിൽ കിട്ടിയാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ 4 ദിവസം കൊണ്ട് അതിൽ നിന്നെല്ലാം റിക്കവറായി ജോലിക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. ഞാൻ
അതൊക്കെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആ സമയത്ത് തന്നെയാണ് ഫീസ് അടയ്ക്കാൻ 9 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ID ബ്ലോക്ക് ആക്കുന്നത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ നിരന്തരം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മേൻ്റെ 2 മുട്ടും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോര വന്ന്. ആ സാഹചര്യത്തിലാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അച്ഛനും അമ്മയും അപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പെങ്ങളെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന സമയത്ത് ചോദിക്കാൻ അത്രയും വിഷമം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വേറെ നിവർത്തിയില്ലല്ലോ. എല്ലാവരോടും പറഞ്ഞു ചിത്ര ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാമ ഞാൻ തരാം, വല്യച്ഛ ഞാൻ തരാം എന്ന് പറഞ്ഞ് എവിടെ കറങ്ങി ഒരു 2-3 ദിവസം കൊണ്ടാണ് 6 ലക്ഷം രൂപ എനിക്ക് അച്ഛന് ഇവിടുന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നത്. അതേ സമയം എന്നെ കോളേജിൽ കാണാത്തത് കൊണ്ട് ഒരു ഇംഗ്ലീഷുകാരനാണ് എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചിത്ര എന്താ വരാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാത്തത് ഞാൻ പറഞ്ഞില്ല, കൈ വയ്യ, അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു വന്നിരിക്കാമല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വളരെ വിഷമത്തോടെയാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ID ബ്ലോക്കാണ്, അതും കൊണ്ടും കൂടിയാണ് വരാത്തത്, വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ചിത്രേൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഞാനും സഹായിക്കാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അറിയാത്ത ഒരു 2-3 ക്ലാസ്സിൽ മാത്രം ഞാൻ പരിചയപ്പെട്ട വേറെ ഏതോ നാട്ടിലുള്ളൊരു കുട്ടിയാണ്, ഭാഷ പോലും ഒന്നല്ലാന്ന് ഇരുന്നിട്ട് പോലും എന്നോട് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിശയിച്ചു പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 1 രൂപയില്ല, പക്ഷേ ഞാൻ ആളെടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു 3 ലക്ഷം ഉണ്ട്, ബാക്കി എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അവസാനം ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ആയപ്പോൾ ആളുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയ 1 ലക്ഷം രൂപയാണ് എനിക്ക് തന്നത്. എന്നോട് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടല്ല തന്നത്, നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഞാനത് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് 2 വർഷമായി ഞാൻ പോയിട്ട്. 2023 സെപ്റ്റംബർ 28-നാണ് ഞാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ബ്രദറും അവരെ മക്കളും വൈഫൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോനാണ്, എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരെയും കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ സാഹചര്യങ്ങൾ പലതും കടന്നുപോയി, ഒറ്റയ്ക്കായിപ്പോയി, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വേറൊന്നുമല്ല കടങ്ങൾ തീർത്തിട്ട് വരാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ മറ്റുള്ള ആൾക്കാർ കടക്കാർ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ മോശപ്പെടരുതല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ നിന്നത്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം. എൻ്റെ ബ്രദർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ വിഷമിക്കണ്ട, നിനക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം, നീ വന്നാൽ മതി എന്ന്. പക്ഷേ അവനും അവൻ്റെ ബുദ്ധിമുട്ടുകളിലാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ആ സമയത്താണ് എനിക്ക് അങ്ങനെ ടിക്കറ്റ് എടുക്കാനൊരു സാഹചര്യം കിട്ടി. എൻ്റെ റൂമിൻ്റെ റെൻറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാൻ എനിക്കൊരു അവസരം കിട്ടി. എന്നോട് പറഞ്ഞു നീ വന്നതിന് ശേഷം റെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ ചൊരുക്കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ശരിക്കും ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. കൃത്യം 2 വർഷം തികയുന്ന അന്ന് 2025 സെപ്റ്റംബർ 28-ാണ് ഞാൻ തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. 20 ദിവസത്തെ ലീവ് ഉള്ളെങ്കിലും ഞാൻ അത്രയും സന്തോഷത്തിലാണ് വന്നത്. അതേപോലെ എനിക്ക് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി. വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് എനിക്കിനി പറയാനുള്ളത്. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പം അതിൻ്റെ ഡേറ്റുകളെല്ലാം കഴിഞ്ഞു പോയി. 2024 നവംബർ തൊട്ടിട്ട് ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് അഡ്വാൻസ്ഡ് ഫോണല്ല, ഞാൻ വേറെ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം റിജക്ഷനായിരുന്നു വന്നത്. ഞാനും ശ്രമിച്ചു, എനിക്കും റിജക്ഷനാണ് വന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല, എൻ്റെ ടെൻഷൻ കൂടി. അതിൻ്റെ ഡേറ്റ് മാറ്റി കിട്ടിയെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവസാന നിമിഷത്തിലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, മാതാവേ എനിക്ക് വേറെ ആരോടും ഇനി ഇത് ചെയ്യാൻ പറയാൻ അറിയില്ല, എനിക്കും ചെയ്യാൻ അറിയില്ല, ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അറിയാവുന്നത് വിശ്വാസപ്രമാണമാണ്. ഞാൻ പറഞ്ഞു 33 തവണ ഞാനത് ചൊല്ലിക്കോളാം, മാതാവ് ഏറ്റെടുത്തോളണേ എന്ന് പറഞ്ഞു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നടുവേദന വരും എനിക്ക്. അപ്പം ഞാൻ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് ഞാൻ ചൊല്ലുന്നത്. കണ്ണടച്ചാൽ എനിക്ക് എണ്ണം തെറ്റിപ്പോകും, ഞാൻ അതുകൊണ്ട് കണ്ണ് തുറന്നാണ് ചൊല്ലുന്നത്. പക്ഷെ ഒരു 10 എണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ പറയുന്നു കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചു. ഒരു 20 ഒക്കെ ആയപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ മുട്ടിൽ നിൽക്കുന്നു പറയുന്നുണ്ട്. ഞാൻ മുട്ടിൽ നിന്നു.
പിന്നെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 30 കഴിഞ്ഞൊരു 31 ആയപ്പോൾ എൻ്റെ വലത് ഭാഗത്ത് റൂമിൻ്റെ ഒരു കോണിൽ വലിയൊരു രൂപം, മാതാവിൻ്റെ ഉടുപ്പിട്ട് ആ അതേ ഗ്രേ കളറിൽ ഒരു വലിയൊരു രൂപം എൻ്റെ റൂമും കഴിഞ്ഞ് ആകാശം മുട്ടെ പോയൊരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ബാക്കിയെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ 33 തവണയും ചൊല്ലിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാതാവ് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു രൂപം എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ കണ്ണ് തുറന്നിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ കരഞ്ഞു. ഞാൻ ആ രൂപത്തിൽ മാതാവിൻ്റെ പാദം തൊട്ട് മുട്ട് വരെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷെ ഞാൻ ആ ഉടുപ്പിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ കരഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ആ കരഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഞാൻ ആ ഇ-വിസ ചെയ്തു. 1 മിനിറ്റ് പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട്, നിസ്സാരമാണത് ചെയ്യാൻ, പക്ഷെ 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് റിജക്ഷൻ വന്നത് 1 മിനിറ്റ് പോലും എടുക്കാതെ എല്ലാം ചെയ്തു. ഞാൻ ആ കരഞ്ഞ അതേ ഫോട്ടോ ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തത്. ഞാനതിപ്പോഴും മാറ്റിയിട്ടില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അത്രയും വലിയൊരു അനുഗ്രഹം കിട്ടി. ഇപ്പോഴും അതിനുശേഷം ഈ നിമിഷം വരേക്കും ഞാൻ മാതാവിനെ എപ്പോൾ ചിന്തിക്കുന്നോ എനിക്ക് ആ രൂപം എൻ്റെ മുന്നിൽ വലത് സൈഡിൽ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ വലത് കൈ പിടിച്ചിട്ട് മുന്നോട്ട് പോകണേ എന്നുള്ളത്. അത് കേട്ടിട്ടാവണം എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രസൻസ് എൻ്റെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത്, അവിടെ ഭക്ഷണം കിട്ടാതെ കുറേ ആൾക്കാർ പുറത്തു കൂടെ നടക്കാറുണ്ട്. ഞാൻ ലണ്ടനിലാണ്, അപ്പോൾ ഒരുപാടൊന്നും ആളുകളെ കാണില്ല, പക്ഷെ ഞാൻ ആ കാണുന്ന ആളുകൾക്കെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും കാപ്പിയാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ അഗതികളായിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പൈസ കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണമായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഓട്ടോ സ്റ്റാൻഡുകളിലും പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്ത് അതെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ എവിടെയും തളർന്നിട്ടില്ല. എന്നെ താങ്ങി മാതാവ് കൂടെ ഉണ്ട്. 1000 നന്ദി. 1 യോഹന്നാൻ 4:4. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ വ്യാജപ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലൈസ അജീഷ്, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, മോള് ഇവാന, ഒരു മോനുണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ല നെല്ലിക്കാംപോയി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2020 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. മോള് ഉണ്ടായതിൻ്റെ 17 വർഷം കൂടി അവൾ മോളുണ്ടായതിൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വരാൻ കാരണം ഇമ്പോർട്ടൻ്റ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ആ കൂട്ടത്തിൽ സാക്ഷ്യവും പറയണം, ഉടമ്പടി പുതുക്കണം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, 8 മാസം മുൻപ് ഞാൻ ഇവർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ 1.5 വർഷം കഴിയാതെ ഒരിക്കലും നമുക്ക് വിസ അടിച്ച് കിട്ടില്ല ഇറ്റലിയിൽ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ എന്നും 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗം സമർപ്പിച്ച്, കാരണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം, അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആ ജപമാലയിൽ ഓരോ ജപമാല മണി ചെല്ലുമ്പോഴും എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച, അതായത് മിനിങ്ങാന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ഇവരുടെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് പോന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണത്. സാധാരണ കിട്ടാത്തൊരു സംഭവമാണ് അത്. ഞാൻ ആ ചെന്ന ഓഫീസിൽ അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്, മിറാക്കിളാണ് കിട്ടിയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് മെയ് മാസം പീരീഡായ ശേഷം ബ്ലഡ് നിൽക്കുന്നില്ല, ഓവർ ബ്ലീഡിങ്, 35 ദിവസം കണ്ടിന്യൂ ബ്ലീഡിങ് ആണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് പ്രശ്നമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വയറേ തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ 36-ാം ദിവസം ഞാനെന്നാ എല്ലാവരും എന്നോട് പറഞ്ഞു ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണാൻ. ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തരാം, 3 ദിവസം കഴിക്കണം. അന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ പള്ളിയിൽ. അപ്പം ഞാൻ പള്ളി തുറന്ന് കിടക്കുന്നു. അപ്പം ഞാനെന്നാൽ ഈശോയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് മേടിക്കാം. അങ്ങനെ ഞാൻ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഒറിജിനൽ ഈശോയിനെയാണ് തൊട്ടത്, പക്ഷേ ഇത് നീ ഒരു രൂപം മാത്രമാണ് എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് നീ ഒറിജിനലായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ട് കാലയിലും തൊട്ട് ഞാൻ കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒരു തുള്ളി ബ്ലഡ് പോലും പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഇത്രയും നാളും ഈ ദിവസം വരെ നോർമൽ പീരീഡ് തന്നെയായിട്ട് പോകുന്നു. അത് കാരണം ഞാൻ ഈ 35 ദിവസം എന്ന് പറഞ്ഞ ഒരു 8 കൂട് പാടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയായിരുന്നു എനിക്ക് ബ്ലീഡിങ്. അത് ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് എനിക്ക് സൗഖ്യം തന്നതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ ഒരു 2 മാസം മുൻപേ എനിക്ക് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിൻ്റെ ചെറിയ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്, എന്ത് കഴിച്ചാലും ക്ഷീണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കൊരു പേടി, ഇനി തൈറോയിഡിനോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു പേടി തോന്നി. ഞാൻ അന്നു മുതൽ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നെ മരുന്ന് കഴിക്കാൻ അനുവദിക്കരുതേ അമ്മ മാതാവേ എന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടു, പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 6 മാസം കൂടുമ്പം ചെക്കപ്പ് ചെയ്താൽ മതി, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ ഈ പത്രത്തിൽ എഴുതാത്തതാണ്, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പം ഞാൻ ഇറ്റലിയിൽ 3 വർഷമായിട്ട് ഞാനൊരു വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്നുണ്ട് വീട്, പക്ഷെ നല്ല വീടുകളൊന്നുമല്ല, ഞങ്ങൾക്കത് കിട്ടുന്നുമില്ല. ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി പുതുക്കി തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോള്, ഇറ്റാലിയൻസ് തന്നെ എന്നെ വിളിച്ച് പറയുന്നു, നീ വീട് അന്വേഷിക്കുന്നില്ലേ, നിനക്ക് വീട് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണം. അപ്പം പറഞ്ഞു എന്നാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഒരു 10-25 വീട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വീട് മാതാവ് എനിക്കും എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ചാണ് വീടെടുത്തത്. അവൾക്കും കൂടെ ഒരു വീട് തന്നു. നല്ല വലിയ 2 ബെഡ്റൂമും നല്ല ക്ലീനായ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ഒരു വീട് മാതാവ് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വീടാണത്. അത് അമ്മ മാതാവ് തന്ന വീടായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പം മറന്നുപോയൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജോലി ചെയ്ത വീട്ടിൽ നിൽക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്നപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപം താഴോട്ട് പോയി. അപ്പം ഒരു ദിവസം ഫുള്ള് ഞാൻ എല്ലായിടത്തും തപ്പി, പക്ഷെ കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ പോയി ഉടമ്പടി എടുത്താൽ പുതിയത് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾക്ക് ആദ്യം എന്താണോ അതാണ് നമുക്ക് വലുത്, അത് നമ്മൾ നഷ്ടപ്പെടാൻ നോക്കരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മ, എനിക്ക് തരണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാൽക്കണി പിന്നെയും പോയി നോക്കുകയാണ് താഴോട്ട്. അപ്പോൾ ഒരു നീല കളർ വെട്ടം ഒരു മഴവില്ല് രീതിയിൽ എൻ്റെ കണ്ണിലോട്ടടിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, താഴെ കാശുരവും പോയാൽ കാശുരവും കിട്ടില്ല, കാരണം അതിലെ വണ്ടി പോകുന്ന വഴിയാണ്, വണ്ടി കയറി ഇറങ്ങും. എന്നാലും പിന്നെയും ആ വെട്ടം എൻ്റെ മുഖത്തോട്ടടിച്ചപ്പോൾ ഞാൻ നേരെ താഴോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആ കാശുരൂപത്തിനൊന്നും ഒരു കേടുപോലും ഇല്ലാതെ കൊന്തയും കാശുരൂപവും കൂടെ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞില്ല, അമ്മയോട് ക്ഷമ പറയുന്നു. ഈ കാശുരൂപം എനിക്ക് തിരിച്ചു തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ എനിക്ക് മെഴുകുതിരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ അമ്മയുടെ ഈശോയുടെ രൂപങ്ങളായിട്ടും ഹാർട്ടായിട്ടും പിന്നെ എന്നാ പറയണ്ടേ, മെഴുകുതിരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഞാനിവിടെ കാണിച്ചിരുന്നു ഒരു രൂപം. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ നീലത്തിരിയിലും പച്ചത്തിരിയിലും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ 2-3 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാനൊരു അമ്മച്ചിനെയാണ് നോക്കുന്നത്, ഹാൻഡിക്യാപ്റ്റഡായേ. അപ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും പള്ളി പോകണം, പള്ളി പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയോ ഒരാഴ്ചയോ 7 ദിവസം ഒരു വീട്ടിൽ ഈശോയുടെ രൂപം അല്ലെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ രൂപം നമുക്ക് തന്നു വിടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ദിവസം അത് ഈശോ അമ്മയുടെ മകനെ എനിക്കൊന്ന് കിട്ടുമോ, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരാഴ്ച നീ കൊണ്ടുപോക്കോ ഈശോയിനെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. 7 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു, അതുപോലെ അന്തോനീസ് പുണ്യാളനും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് അത് നമ്മളായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാനിങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ പറയുള്ളൂ, അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, അമ്മയുടെ ഈശോയുടെ ഹിതം എന്താണോ അത് നിറവേറ്റിയാൽ മതി, അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈശോയെ അമ്മയെ അതെനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റിനൊരു പ്രശ്നം വന്നപ്പം അവളുടെ പേര് ബിൻസി എന്നാണ്. അവൾക്കും ഇതേപോലെ അമ്മയുടെ വിശുദ്ധ തൈലം തൂത്ത് കൊടുത്ത് അവൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും ഈ ചെറുതും വലുതുമായ ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്നതിന് കൊടാനുകൊടി നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഇറ്റലിക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പത്രം ഞാൻ അവിടെ മേടിച്ച് അവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ മലയാളം പത്രവും കൊടുക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ ഈ പത്രം തീരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ മൊബൈലിൽ പരിശുദ്ധമ്മയുടെ ഫോട്ടോ ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വലിയ ഫോട്ടോ ആയിട്ട് എടുത്ത് ഇറ്റാലിയൻ വിശ്വാസ പ്രമാണം, അതായത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ വിശ്വാസ പ്രമാണം അച്ചടിപ്പിച്ച് ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ആ കൊടുത്തി മലയാളീസിന് കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന അങ്ങനെ ഈ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി പുസ്തകമുണ്ടല്ലോ, അതിനകത്തെ തിരുവചനങ്ങൾ വാക്യങ്ങളെല്ലാം എഴുതി എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഇടാറില്ല, എല്ലാവർക്കും വചനമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നത്. സാലറി കുറവാണെങ്കിലും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം മാതാവ് തന്നു. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ എനിക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. കാരണം ഞാൻ നോക്കുന്ന അമ്മച്ചിനെ കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം. അതിനും മാതാവ് എനിക്ക് ഭാഗ്യം തന്നു. ഇതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, പുള്ളിയാണ് പൈസ ഇട്ട് അയച്ചു കൊടുക്കാറ്. അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ഇറ്റലിയിലാണെങ്കിലും ലാംഗ്വേജ് അറിയാൻ മേലാത്ത ഒത്തിരി പേരിപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ആശുപത്രി കേസായിട്ടാണേലും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ജോലിയുടെ ആവശ്യത്തിനാണേലും ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. കാരണം ഞാൻ 21 വർഷത്തോളമായി അവിടെ. അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക്, കാരണം അവിടെ ആർക്കും ഭക്ഷണം കൊടുക്കാനൊന്നും ആരും മേടിക്കുകയില്ല, അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും കൃപയും പരിശുദ്ധമ്മ ഈശോയും പരിശുദ്ധാത്മാവുമാണ് തന്നത്. എല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയും. കലൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആലപ്പുഴ തന്നെയാണ് വീട്. എൻ്റെ ഇടവക കാട്ടൂർ സെൻറ്റ് മൈക്കിൾസ് ഫെറോന ചർച്ചാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ 9 തീയതിയാണ്. അപ്പം ഞാൻ 3 വർഷമായിട്ട് നീറ്റ് ഡ്രോപ്പ് ചെയ്ത് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് ബോർഡറിലാണ് എനിക്ക് MBBSൻ്റെ അഡ്മിഷൻ നഷ്ടമായത്. അപ്പം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. പണ്ട് മുതലേ നല്ലതുപോലെ തന്നെ സ്കൂളിലൊക്കെയാണ് അക്കാഡമിക്സ് നല്ലതുപോലെ പഠിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മെറിറ്റിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. എൻ്റെ ബുദ്ധിയിലും ഞാൻ പഠിക്കും, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. കുർബാനയ്ക്ക് പോകുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിനംപ്രതി നൊവേനയൊക്കെ ചൊല്ലുകയും നമ്മൾ വീട്ടിൽ കൊന്തേർപ്പിക്കുകയും ചെയ്യുന്നൊരു കുടുംബമായിരുന്നു നമ്മൾ. അപ്പം എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും സയൻറ്റിഫിക് കാര്യങ്ങളുടെ പുറകിൽ പോവുകയും ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഓക്കെ, ഒരു സ്പിരിച്വൽ പവർ ഉണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ പൂർണ്ണമായിട്ടും ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല.
അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് ആദ്യമൊക്കെ ഉടമ്പടി നല്ലപോലെ അതിൽ പങ്കുകൊണ്ടു. അതിനുശേഷം ഞാൻ കുറേ ഉഴപ്പി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ശരിയായില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലായിലേക്ക് പോയി. പാലായിൽ പോയിട്ട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് കുറേയൊന്നും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പങ്കെടുക്കുകയും ബൈബിൾ വായനയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എപ്പോഴോ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഫെബ്രുവരിയിൽ പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിനോട് അടുക്കും തോറും ഞാൻ പ്രാർത്ഥന കുറേയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ മുഴുവൻ പഠനത്തിലേക്ക് എൻ്റെ ഫോക്കസ് ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പം എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നത് വെച്ചാൽ ഞാൻ പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അത് സത്യമാണ്. പക്ഷേ എന്നാലും ഞാനൊരു ഈ മാതാവിലേക്ക് ഒന്ന് തിരിയുക, മാതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും വേണം നമ്മുടെ പഠനത്തിൻ്റെ കൂടെ, നമ്മുടെ കഴിവിൻ്റെ കൂടെ നമുക്ക് പ്രാർത്ഥനയും വേണം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പഠിക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലായിരുന്നു അവസാനമായപ്പോൾ. അപ്പോൾ എനിക്ക് മാർക്സൊക്കെ മാർക്കൊക്കെ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിന്നു. പക്ഷേ അവസാനത്തെ 3 ദിവസം, എക്സാമിന് അവസാനത്തെ 3 ദിവസം മുന്നേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര സങ്കടപ്പെട്ട് അടുത്ത എക്സാമും കുളവാക്കും. അങ്ങനെ ഒരാളല്ല ഞാൻ. അടുത്ത എക്സാമിന് പിടിക്കാം, അടുത്ത എക്സാമിന് അടിപൊളിയാക്കാം എന്നുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. ആ എക്സാം മര്യാദക്ക് എഴുതാനും പറ്റുന്നില്ല. എക്സാം ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. എനിക്ക് എക്സാമിൽ നിന്ന് എനിക്ക് ടെമ്പറേച്ചർ കൂടുന്നു, എൻ്റെ മൊത്തം ടെൻഷനായി, എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുന്നു. അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ എക്സാമിൻ്റെ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ 3 ദിവസം മുന്നേ ഞാൻ ഒന്നും പഠിച്ചില്ല. ആ 3 ദിവസം ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം വീട്ടിലേക്ക് പാലയിൽ നിന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്ന ഞാൻ 3 ദിവസം മുന്നേ ഞാൻ വീട്ടിലെത്തിയപ്പോഴും ഞാൻ ഡോക്ടറിനെ കാണിക്കാം. വീട്ടിലെത്തിയപ്പോൾ ഓൺലൈൻ എക്സാം എഴുതിയിട്ടാണെങ്കിലും എനിക്ക് ഫുൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞാൻ എക്സാം പോസ് ചെയ്യും, പിന്നെ ഒന്ന് ഡീപ് ബ്രെത്ത് എടുക്കും, എന്നിട്ട് പിന്നെയും എക്സാം എഴുതും. അങ്ങനെയായിരുന്നു ഫുൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. മൊത്തം എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു എനിക്ക് ഈ വർഷത്തെ ഇനി നീറ്റ് എക്സാം പോലും എഴുതാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ എക്സാമിൻ്റെ ആ ദിവസം ഞാൻ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ ഉപ്പ്, ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എക്സാം ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ആ ഉപ്പ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ അകത്തിട്ട് അതും കൊണ്ടുപോയിരുന്നു. അപ്പം അന്നത്തെ ദിവസം മാത്രമേ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയതെന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നെഞ്ചിടിപ്പില്ല, ടെൻഷനില്ല, ഒരു കുഴപ്പമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമായിരുന്നു ഈ വർഷം നടന്നത്. എൻ്റെ എക്സാം ഹോളിൽ ഇരുന്ന് കുറേ പിള്ളേർ കരയുന്ന ഞാൻ കണ്ടതാണ് പരീക്ഷ എഴുതിക്കൊണ്ട്. പക്ഷേ എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഞാൻ പരീക്ഷ എഴുതി പുറത്ത് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ ടഫായിരുന്നു, നല്ല ടഫായിരുന്നു. വീട്ടിൽ വന്നിരുന്ന് മാർക്ക് നോക്കിയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കുഴപ്പമില്ലാത്തൊരു മാർക്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റൊക്കെ എടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് എനിക്ക് എന്തായാലും കിട്ടും. അങ്ങനെ വിചാരിച്ച് പിന്നെ ഞാൻ എൻ്റെ അത്രയും മാതാവ് എന്നെ ആ ദിവസം അത്രയും സഹായിച്ചിട്ട് ഞാൻ പിന്നെയും ഉടമ്പടി ഒഴുപ്പുമാണ് ചെയ്തത്. ഞാൻ ആ സമയത്ത് എൻ്റെ മെറിറ്റിന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഞാൻ എനിക്കിത്രയും മാർക്കുണ്ട്, എനിക്കിത്ര റാങ്കുണ്ട്, എനിക്ക് കിട്ടിക്കോളും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കൊടുത്ത് റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി. നമ്മളെല്ലാവരും ഞാൻ ഏത് കോളേജിൽ പോകണം എല്ലാം ഞാനിങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുക. 3 വർഷമായിട്ട് കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് കിട്ടിയ സാധനം പെട്ടെന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി. വീട്ടിലാണെങ്കിലും ഭയങ്കര സങ്കടമായി. എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ്, നിനക്ക് വീട്ടിൽ പപ്പയും അമ്മയും എപ്പോഴും പറയും നിനക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന സാധനമില്ല, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, നീ അത്രയും നിൻ്റെ കഴിവിന് മാത്രം അഹങ്കരിച്ചതുകൊണ്ടാണ് നിനക്കിത് വന്നതെന്ന് എനിക്ക് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു, ഉടമ്പടി പുതുക്കി. ഞാൻ ഓഗസ്റ്റ് മുതൽ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണ്. ഇവിടെ ഓഗസ്റ്റിൽ ഉടമ്പടി പുതുക്കി, അച്ഛനെ കണ്ടു, അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ചു മാതാവിനെ, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അപ്പം ഞാൻ ഇത്രയൊക്കെ മാതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ടും മാതാവ് എന്നെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണുള്ളത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരാഴ്ചയോളം ഞാൻ മാതാവിനോട് മിണ്ടിയില്ല, ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വന്നില്ല. ഞാൻ ഭയങ്കര പിണക്കമായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അപ്പം പിന്നെ വന്നപ്പോൾ
ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു, നിന്നെ പരീക്ഷിക്കുന്നതാണ്, നീ ഇത്രയും ഇതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ തോറ്റു കൊടുത്താൽ മാധവ് വിചാരിക്കുമോ ഇവളത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ഇനി തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാധവനെ എല്ലാ ദിവസവും കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്ന് എനിക്ക് കരയാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ അടുത്ത് പ്രത്യേകിച്ചും മെഡിസിൻ പഠിക്കുന്ന ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞ കുട്ടികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, എന്തായി ഒന്നും ആയില്ലേ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചോദിക്കും. എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മൾക്ക് തിരിച്ചു പറയാനായിട്ടൊന്നുമില്ല. ഞാനങ്ങനെ ജിപ്മറിൽ BSc നഴ്സിങ്ങിന് വരെ രജിസ്റ്റർ ചെയ്തു. അത് 28-ാം തീയതി പോകാനിരുന്നതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, MBBS എന്ന് പറയേണ്ട സ്ഥാനത്ത് ഞാൻ BSc നഴ്സിങ്ങിന് പോവുക, 3 വർഷം കഷ്ടപ്പെട്ടിട്ടും BSc നഴ്സിങ്ങിന് പോകാമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വീട്ടുകാരുടെയും എൻ്റെ പപ്പയും അമ്മയും ഇത് എല്ലായിടത്തും പറയുന്നൊരവസ്ഥ, അവരുടെ അവസ്ഥ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴും എനിക്ക് വീട്ടിൽ ഇരുന്ന് കരയാൻ പറ്റത്തില്ല. കാര്യം പപ്പയും അമ്മയും അത് കണ്ട് ഞാൻ കരയുന്നത് കണ്ട് അവരും കൂടെ ഭയങ്കര ഡൗൺ ആയി പോകും. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നാണ് മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് കൊന്ത ചൊല്ലിയാണ് കരഞ്ഞോണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊന്നും തിരിച്ചു പറയാനല്ല, അതൊക്കെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് തരണേ മാതാവ്. അതിനുള്ള മറുപടി മാതാവ് അവർക്കുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റണേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അത് മാത്രമല്ല, ഞാനിവിടെ കൊന്ത ചൊല്ലുമ്പോൾ എൻ്റെ പോലെ 3 വർഷമായിട്ട് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ബോർഡറിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും 2 ആഴ്ച കൂടുമ്പോൾ ഇവിടുന്ന് കുമ്പസാരിക്കുമായിരുന്നു. ഇവിടെ പ്രേക്ഷിതയായിട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുർബാന സ്വീകരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ദേഷ്യത്തിൻ്റെ കുറേ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. ഇപ്പം മുഴുവനായിട്ട് മാറിയെന്നല്ല, പക്ഷേ എന്നാലും അതൊക്കെ കുറേ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ കുറേയൊക്കെ അത് കരഞ്ഞാണ് തീർക്കുന്നത് മാതാവിൻ്റെ അടുത്ത് വന്ന്. മാതാവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടു പോയി, എനിക്ക് പറയാൻ ഞാനപ്പം അത്രയും ചൂടാവരുതായിരുന്നു. ഞാൻ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതിൽ കിട്ടാത്തതിൻ്റെ സങ്കടവും മാതാവ് എനിക്കിത് തരാത്തതിൻ്റെ അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അപമാനിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷമവും ഞാൻ ഇവിടെ വന്നിരുന്ന കരഞ്ഞു തീർക്കുന്ന മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ BSc നഴ്സിംഗ് എന്ന് തന്നെ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാര്യം അത് മാത്രമേ ഒരു കൺഫേം ആയിട്ട് അത് മാത്രമേ ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ 3rd അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപമൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. നമ്മൾ വീട്ടിൽ നിന്നാണെങ്കിലും എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുവാണെങ്കിലും എല്ലാവരും വിശുദ്ധ തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വെച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. അപ്പോൾ 3rd അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞ് എന്നോട് ഒരു ദിവസം പപ്പ ഇങ്ങനെ പറഞ്ഞായിരുന്നു, കളി തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞാണ്, നീ ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നിനക്ക് എല്ലാവർക്കും മാതാവ് അടയാളങ്ങൾ കൊടുക്കുന്നു, എല്ലാവർക്കും മാതാവ് ഡേറ്റ് കൊടുക്കുന്നു, നിനക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കുക. അപ്പം ഞാനും പപ്പയും അമ്മയുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് ബ്ലെസ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ ഇവിടെ കൃപാസനത്തിൽ പ്രേക്ഷിതയായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിയല്ല, എനിക്കൊരു MBBS സീറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ശരിയാവും, അത് 20-ാം തീയതി ആകുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പം അന്ന് എഴുന്നേറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു 20-ാം തീയതി എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഒക്ടോബറിൽ ആ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഒക്ടോബർ 20 വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ അലോട്ട്മെൻറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് 8-ാം തീയതിയൊക്കെയാണ്, ഒക്ടോബർ 8 എന്നൊക്കെയാണ് അവർ സ്കെഡ്യൂൾ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഒക്ടോബർ 20 ഇനി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആ പ്രതീക്ഷിതമായിട്ട് ഡേറ്റ് ഇങ്ങനെ നീളുക. അലോട്ട്മെൻറ്റ് ഓരോ പുതിയ കോളേജസ് ആഡ് ആക്കുന്നു, ഡേറ്റ് നീളുന്നു, ഡേറ്റ് നീണ്ട് 18 വരെയായി. 18 വരെയായെന്ന് പറയുമ്പോൾ 18 വരെയാണ് ചോയ്സ് ഫില്ലിങ് ലോക്കിങ് നടന്നത്. 18 കഴിഞ്ഞ് 20-ാം തീയതിയാണ് ശരിക്കും പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് വരേണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 20-ാം തീയതി മാതാവ് എന്നോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് 20-ാം തീയതി ആയിരിക്കും എനിക്ക് മാതാവ് അഡ്മിഷൻ തരാൻ പോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. 18-ാം തീയതി കഴിഞ്ഞു. 20-ാം തീയതി ദീപാവലി നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് 21-ാം തീയതി ഇന്നലെ ഞാൻ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ 20-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് 22-ആയി. എനിക്ക് ഇനി മാതാവ് എനിക്ക് പറഞ്ഞ ഡേറ്റ് ഞാനിപ്പോൾ എങ്ങനെ എല്ലാവരുടെ അടുത്തും പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നിവിടെ രാവിലെ വന്നു. ഇവിടെ ഉച്ചയായപ്പോൾ ഒരു 12 മണിയായപ്പോൾ ഞാനിവിടെ അമ്മയുടെ നടക്കിലിരുന്ന് സമ്പൂർണ്ണ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് ചൊല്ലിക്കഴിഞ്ഞ് ജപമാല സമർപ്പിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ഗേറ്റ് കടന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നുകൂടെ സൈറ്റിൽ കയറി നോക്ക്.
അപ്പോൾ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ റാങ്കിൻ്റെ നേരെ ഒരു പുതിയ കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്. എനിക്കൊരു MBBS സീറ്റ് കിട്ടി, ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടി. കർണാടകയിലാണ്, ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എനിക്ക് മെഡിസിന് സീറ്റ് കിട്ടിയത്. ഞാൻ ഒരുപാട് മാതാവിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കിട്ടിയ വേറെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിഞ്ഞ മാസം നല്ലൊരു പനി വന്നു. പനി വെച്ചാൽ ഞാൻ തളർന്ന് താഴെ വീണു. അങ്ങനെ എനിക്ക് അത്രയും ഭയങ്കരമായിട്ടൊരു പനി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ പനി വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ കാശുരൂപം നെഞ്ചത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് പനി പെട്ടെന്ന് കുറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ BP ലോ ആയിരുന്നു. ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇനിയിപ്പോൾ മരിക്കാൻ പോകണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാര്യം എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ ഭയങ്കര പാനിക്കായി, എനിക്ക് നല്ല ടെമ്പറേച്ചർ കൂടിയിട്ട് അത്രയും പ്രശ്നമായി. പക്ഷേ കാശുരൂപം നെഞ്ചത്തെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ വെട്ടി വിയർക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പനി പെട്ടെന്നാണ് കാശുരൂപം വെച്ച് കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡ് തന്നെ അപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിയർത്ത് ആ പനി എന്നെ വിട്ടുപോയി. ഒരു അധികം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട, ഒരു മെഡിസിൻ അങ്ങനെ കഴിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം ഇവിടുന്ന് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വഭാവത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. ഞാൻ പള്ളിയിലൊക്കെ പോകും, എല്ലാ ദിവസവും കൊന്തയൊക്കെ ചൊല്ലും. പക്ഷേ എങ്കിലും ഞാനത് ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല. കൊന്ത ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലും എനിക്ക് എൻ്റെ ചിന്തകൾ പല വഴി ഇങ്ങനെ പോയി അത് എവിടെയെങ്കിലുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും എത്തുന്നത്. അപ്പം ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ സ്വന്തമായിട്ട് കൊന്ത ചൊല്ലുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കാര്യം ഞാനങ്ങനെ ചൊല്ലുന്ന ഒരാളെ അല്ല. വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ അമ്മ നിർബന്ധിക്കുമ്പോൾ വന്ന് കൊന്തയ്ക്കിരിക്കും, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കൊന്ത ചൊല്ലുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ഞായറാഴ്ച കൃപാസനത്തിൽ 25-ാം തീയതി അഖണ്ഡ ജപമാല റാലിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അർത്തിങ്കിലേക്ക് ഒരു റാലി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 25-ാം തീയതി എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു, ജിപ്മറിൽ പോകാനാണെങ്കിലും എനിക്ക് 25-ാം തീയതി എനിക്ക് റാലിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ആദ്യമായിട്ടാണ്, ഇത്രയും നാളും ഇവിടെ അടുത്ത് തന്നെയാണ് വീടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് റാലിക്ക് പോയി, റാലി കംപ്ലീറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അച്ഛനെല്ലാവരും ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. ഞാൻ റാലി നടന്നപ്പോൾ മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവ് എനിക്കിത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ MBBS അഡ്മിഷനെ കുറിച്ചല്ല, ശരിക്കും എനിക്കിത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അന്ന് റാലിയുടെ ദിവസം മൊത്തം എനിക്ക് തടസ്സങ്ങളായിരുന്നു. എനിക്കൊരു പനി വന്നു, ഭയങ്കര ചുമ ജലദോഷമായിരുന്നു, മൊത്തം തടസ്സങ്ങളായിരുന്നെങ്കിലും എനിക്ക് അത് റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 25-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് അഖണ്ഡ ജപമാല ചൊല്ലി എനിക്ക് ആർക്കെങ്കിലും വരെ നടക്കാൻ പറ്റി. കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ഓരോ ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്ത് അവിടെ അരി സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ കുത്തി വേദനിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും അഡ്മിഷൻ ശരിയായോ, എന്തായി, അവർക്ക് കിട്ടി എല്ലാം ഇങ്ങനെ നമ്മളെടുത്ത് ഇങ്ങനെ നമ്മൾ വേദനിപ്പിക്കാൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനതൊക്കെ മാതാവിൻ്റെ അടുത്താണ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മാതാവ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് എനിക്ക് മാതാവിൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് വന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അവരെല്ലാവരും മാതാവിൻ്റെ സമീപം ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്നത്, അമ്മയോട് ഞാൻ